സ്ത്രീ പുരുഷൻ എന്നൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു ശക്തിവിശേഷം, ആ ശക്തിവിശേഷത്തിന്റെ നാമങ്ങളെ നമ്മൾ ഒരാളല്ല, നാമസങ്കീർത്തനാണ്, കൂടുതൽ ആളുകൾ ചേർന്ന് ജപിക്കുക മാത്രം മതി. ഈ കലിയുഗത്തില് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ട് മോക്ഷസാധകത്തിന് എന്ന് മഹാന്മാര് പറഞ്ഞു വച്ചിരിക്കുന്നതൊന്നുമല്ല, അനുഭവത്തിലുള്ളതും കൂടെയാണ്. ഇപ്പൊ ഗുരുവായൂരൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, ഭഗവാന്റെ നാമങ്ങൾ മാത്രമേ അകത്തുള്ളൂ. അവിടെ ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നാമജപത്തിന് മാത്രം ശബ്ദം എന്നൊക്കെ. അത് വാസ്തവത്തില് എഴുതി വെക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാമജപം എന്ന് വെച്ചാൽ ഈ യുഗത്തിന് അത്ര പ്രാധാന്യം നാമജപത്തിന്. അപ്പൊ ഇത് പറഞ്ഞതുപോലെ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് 18 മണിക്കൂറല്ല, 24 മണിക്കൂറല്ല, ഇനി രാശി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും സമയമുണ്ടെങ്കിൽ അതും കൂടി ഒരാളെങ്കിലും ജപിക്കാത്ത ഒരു സമയമില്ല അവിടെ വാസ്തവത്തില്. ഇതിന്റെ പ്രതിധ്വനി ഈ പറഞ്ഞതുപോലെ നടയടച്ചു കഴിഞ്ഞാലും നമുക്ക് വളരെ എന്താ പറയാ, ഈ ട്യൂണിംഗ് ഫോർക്കൊക്കെ അതിങ്ങനെ കമ്പനം കൊണ്ടു കഴിഞ്ഞ് കുറെ നേരത്തേക്ക് ഇങ്ങനെ നിൽക്കണു. അതിന്റെ ശബ്ദം, അതിന്റെ വൈബ്രേഷൻ